കണ്ണൂരുമായി ബന്ധപ്പെട്ട് അതായത് ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അർജുൻ കല്യാണിനോട് ഈ വാർത്തയുടെ വിവരങ്ങൾ ചോദിക്കാം. അർജുൻ, അപ്പോൾ എങ്ങനെയൊക്കെയാണ് മുന്നറിയിപ്പുകൾ? പറയൂ. ഷിഹാസ്, അതായത് കണ്ണൂർ ജില്ലയിൽ ഇന്ന് അർദ്ധരാത്രിയും നാളെ പുലർച്ചെയുമായി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തുടർച്ചയായി 3 ദിവസമായി കണ്ണൂർ ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുകയാണ്. ഈ പശ്ചാത്തലം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും എന്നുള്ള കാര്യം കൂടി ജില്ലാ കലക്ടർ അറിയിക്കുകയാണ്. എന്തായാലും ഇന്ന് രാത്രി അർദ്ധരാത്രിയും അതുപോലെ നാളെ പുലർച്ചെയുമായി ശക്തമായ മഴയ്ക്ക് കണ്ണൂർ ജില്ലയിൽ സാധ്യതയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നുമുള്ള ഒക്കെയുള്ള ആളുകൾ മാറി താമസിക്കാനോ സുരക്ഷിതമായ ഇടങ്ങളിൽ നിൽക്കാനോ ഒക്കെയുള്ള ഒരു ജാഗ്രത പാലിക്കണം എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. കാരണം ഏത് സാഹചര്യത്തിലും ശക്തമായ മഴ പെയ്യാനും അതിന്റെ ഭാഗമായി ഉണ്ടാവുന്ന മഴക്കെടുതികൾ, ഉരുളുപൊട്ടൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുമുള്ള സാധ്യതയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു ജാഗ്രതാ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ നൽകുന്നത്. എന്തായാലും തുടർച്ചയായി 3 ദിവസമായി കണ്ണൂർ ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്. പലയിടങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴ ജില്ലയുടെ പല മേഖലകളിലും പെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം അല്ലെങ്കിൽ ഇങ്ങനെയൊരു അറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും നൽകുന്നത്. ശരി അർജുൻ, അപ്പോൾ വരും മണിക്കൂറുകളിൽ കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തന്നെ പ്രതീക്ഷിക്കാം. നാളെ കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുമായിരിക്കും.